നിങ്ങളെ മക്കള് നാളെ ട്രാൻസ്ഫോമറിനെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ സ്വീകരിക്കുവോ? ഇല്ല ഇല്ല. എനിക്കൊന്ന് ഇപ്പൊ ഞാനിപ്പോ കല്യാണം കഴിഞ്ഞ ജാസ്തി പെണ്ണാണ്, ഞങ്ങൾ കല്യാണം കഴിച്ച് നമ്മൾ കുട്ടിയായി നമ്മൾ ട്രാൻസ്ഫർ തിരിച്ചു കൊടുക്കും. ഈ വീഡിയോ എനിക്ക് കിട്ടിയത് ഒരു ട്രോൾ പേജിൽ നിന്നാണ്. ജാസിയുടെ ശബ്ദം തന്നെയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു വീഡിയോ റിയാക്ട് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ജാസിനോടും ജാസിയുടെ പാർട്ട്ണറോടും ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ സിസ്ജെൻഡേഴ്സ് ആയിരുന്നെങ്കിൽ, സിസ്ജെൻഡർ മെയിലും ഫീമെയിലും ആയിരുന്നെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന കുട്ടിയെ ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സണ് കല്യാണം കഴിച്ച് കൊടുക്കില്ല എന്ന് നിങ്ങൾ ആ വീഡിയോയിൽ അസന്ദിഗ്ധമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒറ്റ ചോദ്യം, നിങ്ങൾക്കുണ്ടാവുന്ന കുട്ടി സിസ്ജെൻഡർ തന്നെ ആവണം എന്ന് നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾ ഹെറ്ററോസെക്ഷൽ മെയിൽ ആൻഡ് ഫീമെയിൽ ആയിരുന്നെങ്കിൽ, സിസ്ജെൻഡർ ഹെറ്ററോസെക്ഷൽ മെയിൽ ആൻഡ് ഫീമെയിൽ ആയിരുന്നെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന കുട്ടി സിസ്ജെൻഡർ ആവണം എന്നൊരു നിർബന്ധവും ഇല്ലല്ലോ. നിങ്ങൾക്കുണ്ടാവുന്ന കുട്ടി ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നെങ്കിൽ നിങ്ങൾ ആ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നോ അതോ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമായിരുന്നോ എന്നുള്ള ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതിന് വേണ്ടി മാത്രമാണ്. മറ്റേ ജെൻഡർ എന്ന് പറയുന്ന സംഭവം നോക്കി മനുഷ്യരെ വേർതിരിച്ച് നിർത്തേണ്ടതല്ല എന്ന് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഹെറ്ററോസെക്ഷൽ സിസ്ജെൻഡർ പേഴ്സൺസ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന കുട്ടിയെ ഒരിക്കലും ട്രാൻസ്ജെൻഡറിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കില്ല എന്ന് നിങ്ങൾ തറപ്പിച്ച് പറഞ്ഞതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആ കുട്ടിയെ പോലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. എവിടെ നിങ്ങൾക്ക് ജനിക്കുന്ന കുട്ടി ട്രാൻസ്ജെൻഡർ ആയിരുന്നെങ്കിൽ പോലും. അതായത് മാനസികമായിട്ട് നിങ്ങൾ ഇപ്പോഴും ചിന്തിച്ച് വെച്ചിരിക്കുന്നത് സിസ്ജെൻഡർ എന്ന് പറയുന്ന ആ ഒരവസ്ഥ മാത്രമാണ് മനുഷ്യരായിട്ടുള്ളത് എന്നാണ് നിങ്ങളിപ്പോഴും ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ചിന്തയിൽ ഇപ്പോഴും ഉള്ളത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇറങ്ങിയിട്ട് ഈ ആക്ടിവിസ്റ്റുകളായിട്ടൊക്കെ നിൽക്കുന്ന തുല്യതയ്ക്ക് വേണ്ടി, സമത്വത്തിന് വേണ്ടി, ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ പോരാട്ടം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, സിസ്ജെൻഡേഴ്സും ട്രാൻസ്ജെൻഡേഴ്സുമായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് ഉള്ളിലുള്ളവരും കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ളവരുമായിട്ടുള്ള ആളുകൾ, മനുഷ്യൻ്റെ ന്യായമായ എല്ലാ അവകാശങ്ങൾക്കും വേണ്ടി ഒരുമിച്ച് നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അപ്പോൾ അവരോടൊക്കെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇതൊന്നും അംഗീകരിക്കപ്പെടേണ്ടതില്ല. നാട്ടിൽ പുറത്ത് ഈ എസ് കേരളക്കാർ അല്ലെങ്കിൽ ടോക്സിക് മാസ്കുലിനിറ്റി ടീം ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ദാറ്റ് ഈസ് ദ റിയാലിറ്റി എന്നോ. അതാണ് റിയലായിട്ടുള്ള സംഭവം. നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ തെറ്റായിട്ടുള്ളൊരു മറ്റേ സാധനമാണ്. നിങ്ങളിങ്ങനെ പോരാട്ടങ്ങളൊന്നും നയിക്കേണ്ടതില്ല. ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയായിട്ടുള്ളൊരു രീതിയല്ല. അതാണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? അതാണോ നിങ്ങൾ ആ വീഡിയോയിൽ കൂടി പറയാൻ ഉദ്ദേശിച്ചത്? അതാണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ച മെസ്സേജ്? ഇത്തരം സാധനങ്ങളൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.